എടാ നീ വിഷമിക്കണ്ട. ആനേനെ വാങ്ങില്ലേ, ഇനി തോട്ടിയല്ലേ, അതും ഉപ്പ വാങ്ങിത്തരും. ആദ്യം മത്സരത്തിന്റെ തീയതി അറിയട്ടെ. ആ ഇവിടെ ആനേനേക്കാളും വിലേ തോട്ടിക്കാണെന്ന് മാത്രം. എൻ്റെ കാലിക്ക ആ കാലും വിടുന്ന ചക്രമുള്ള ഷൂവില്ലേ, അതിനേക്കാളും വിലയാണ് തലയിൽ വെക്കണ സുനക്ക്. ഒന്ന് പോടാ, എല്ലാം വാങ്ങിത്തരാം. പക്ഷേ മത്സരത്തിന് ഈ ഫസ്റ്റ് വാങ്ങണം. പതിനാറ്. ഡാ ഓൻ എന്തോ ഒരു വിഷമമുണ്ട്. ഇക്ക ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ വിഷമമായിരിക്കുള്ളൂ. അതൊന്നുമല്ല, വാങ്ങിച്ചു കൊടുക്കില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊന്നുമല്ല, വേറെ എന്തോ ഒരു സങ്കടമുണ്ട്. അനക്കുപ്പാനോട് പറഞ്ഞുകൂടായിരുന്നു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന സ്കേറ്റിംഗ് ടീമില് ഈ ഇല്ലാന്ന്. ഉപ്പാറിന സ്കൂളിൽ പോയി വേളം വെക്കും. ഗൂഗിൾ സാറിനോട് പറഞ്ഞാലോ നെയ്യ ശരിക്കും ആ ടീമിൽ വരണ്ടെന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആദ്യത്തെ ശങ്കറും ജോമോനൊക്കെ അത്ര വലിയ പ്ലേയേഴ്സാ. സാരില്ല, പോട്ടെ. അതെ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ആദ്യത്തെ ശങ്കറിനെ എന്തുകൊണ്ടാ ടീമിൽ എടുത്തത് ചോദിക്കണം. അതെ, ഓനാ PTA പ്രസിഡന്റ് മോനല്ലേ, അതുകൊണ്ട് തന്നെയാണ് ടീമിലെടുത്ത്. അത് തന്നെ. നിന്നോട് എത്ര തവണ പറഞ്ഞു ബോഡി ബെൻഡായിട്ട് ചെയ്യണമെന്ന്. ലുക്ക് സ്ട്രെയിറ്റ്. ഓക്കേ, അവൻ ശരിയാവും സാർ. അതെ, സാറ് പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. ചെല്ലേ. ടേൺ ചെയ്യുമ്പോൾ ലെഗ് റൈറ്റിലേക്ക് ക്രോസ് ചെയ്യണം. ബോഡി ബെൻഡ് മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ക്വിക്ക് ഫാസ്റ്റ്. ഓക്കേ സാർ. ക്യാരി ഓൺ. ആദിത്യ, ടേൺ ചെയ്യുമ്പോൾ ലെഗ് റൈറ്റിലേക്ക് ക്രോസ് ചെയ്യൂ. ബോഡി ബെൻഡ് മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. അൽത്താഫിനെ പുറത്താക്കി ആദിത്യ ശങ്കറിനെ ടീമിലെടുത്തത് ഒട്ടും ശരിയായില്ല. കണ്ടില്ലേ അവൻ കാട്ടിക്കൂടുന്നത്? അതൊക്കെ സാറ് പറഞ്ഞു കൊടുത്താൽ മതി, അവൻ ശരിയായിക്കോളും. എവിടെ എവിടെ ശരിയാവാനാ? മത്സരത്തിന് ഇനിയും ദിവസങ്ങളില്ലേ? ആദിത്യ ശങ്കറിനെ വെച്ച് നമ്മൾ സ്കൂൾ കോമ്പറ്റീഷൻ ചെന്നാലേ നമ്മൾ സ്കൂൾ പൊട്ടും, അത് ഉറപ്പാ. അവനെ കൊണ്ടുപോയില്ലെങ്കിൽ സാറ് പിന്നെ ഈ സ്കൂളിലുണ്ടാവില്ല. PTA പ്രസിഡന്റാ പറയുന്നേ. പഠിപ്പിക്കേ, നല്ല പോലെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേ, അവൻ ശരിയാവും. ഏയ്, പ്രാക്ടീസ് തുടങ്ങ. നീ എന്താ ടീമിലില്ലാത്തേ? സാരല്ല അൽത്തഫേ, എനിക്ക് കഴിവില്ലാത്തോണ്ടല്ലോ, കാശില്ലാത്തോണ്ടല്ലേ. PTA ഫണ്ട് നിനക്ക് ആവശ്യമുള്ള കാശെടുത്ത് സാധനങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ ഉള്ളവർ സമ്മതിക്കണ്ടേ? പിന്നെ നിന്റെ ഉമ്മയും പറഞ്ഞു ഞങ്ങളുടെ കാശില്ല, അൽത്തഫിനെ ടീമിൽ ഉൾപ്പെടുത്തണ്ടെന്ന്. സാരല്ല, നെക്സ്റ്റ് ഇയർ പങ്കെടുക്കാലോ. അപ്പോഴേക്കും നിന്റെ ഉപ്പയോട് പറഞ്ഞ് ഇത്തിരി കാശൊക്കെ സംഘടിപ്പിക്കുന്നു. വാടാ. അപ്പോഴേക്കും അവനേക്കാൾ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് വരും അല്ലേ? അവന് ഷൈൻ ചെയ്യാനുള്ള ചാൻസ് മിസ്സായി. ഈ കളിയൊന്നും കാശില്ലാത്തവർക്ക് പറഞ്ഞ കളിയല്ല. അവൻ പോയി വല്ല തലപ്പന്തും കളിക്കട്ടെ. അൽത്താഫിനെ പങ്കെടുപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട.
അവന്റെ കയ്യിൽ കാശില്ലെന്ന് വെക്കാം. പക്ഷേ ആദിത്യ ശങ്കർ ലുക്ക് മിസ്റ്റർ കുര്യൻ സാർ, ആ PTA പ്രസിഡന്റിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. PTA പ്രസിഡന്റിനാണോ അതോ എനിക്കാണോ ഇവിടുത്തെ സ്പോർട്സിന്റെ ചുമതല? ഇവിടെ പ്രധാന അധ്യാപികയുടെ ചുമതല എനിക്കല്ലേ. പക്ഷേ മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമാണ്. PTA പ്രസിഡന്റ് ആണെങ്കിൽ മാനേജ്മെന്റിന്റെ സ്വന്തം കക്ഷി. നമ്മളൊക്കെ അവരുടെ ശമ്പളം പറ്റി ജീവിക്കുന്നവരല്ലേ. ഈ കാര്യങ്ങളെല്ലാം മദർ ആ ഗോകുൽ സാറിനെ ഒന്ന് പറഞ്ഞു ധരിപ്പിക്കണം. ആ. അയാൾ ഇനി എന്നെ പറയാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഗോകുൽ സാറിനോട് വരാൻ പറയൂ. ഗോകുൽ സാറ് പുറത്തു പോയിരിക്കുകയാണ്. പുറത്തോ? അതെ, സാറ് കുട്ടികളെയും കൊണ്ട് പുറത്തു പോയതാ. കുട്ടികളെയും കൊണ്ടോ? ആരോട് ചോദിച്ചിട്ട്? അറിയില്ല. ശ്ശോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടേക്കാ കൊണ്ടുപോയത്? അത് പാർക്കിലേക്കോ മറ്റാണെന്ന് തോന്നുന്നു.